അബ്രഹാം മോസ്ലർ ശരിക്കും ബോക്സ് ഓഫീസിനെ കുലുക്കിയിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ജയറാം നായകനായിട്ട് എത്തുന്ന ഒരു സിനിമ മലയാളത്തിൽ റിലീസായിരിക്കുന്നത്. മമ്മൂക്കയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 2,88,00,000 രൂപയാണ് നേടിയത്. അങ്ങനെ വേൾഡ് വൈഡ് ഈ ഒരു ചിത്രം ആദ്യ ദിവസം 6 കോടിയിൽ ഇടം പിടിക്കാൻ ചിത്രത്തിന് സാധിച്ചു. രണ്ടാമത്തെ ചിത്രം കേരളത്തിൽ നിന്നും 2,20,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിൻ്റെ ആകെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 2 ദിവസം കൊണ്ട് 10 കോടിക്ക് മുകളിൽ എത്താൻ സാധിച്ചു. ഈ ഒരു വീക്കെൻഡിലെ 2 ദിവസത്തെ കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് ആദ്യ 4 ദിവസത്തെ കളക്ഷൻ ഈ ഒരു ചിത്രം 20 കോടിയിൽ ഇടം പിടിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു മികച്ച വീക്കെൻഡ് കളക്ഷനായി തീരും. ഇപ്പോൾ തന്നെ ഈ ഒരു ചിത്രം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. മമ്മൂക്ക എന്ന താരത്തിന്റെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ തിയേറ്റർ പൂരപ്പറമ്പാവും എന്നുള്ളത് ഒരിക്കൽ കൂടെ ബോക്സ് ഓഫീസിന് കാണിച്ചു തരാൻ അബ്രഹാം മോസ്ലർ എന്ന ചിത്രത്തിന് സാധിച്ചു. അല്ലെങ്കിൽ ജയറാം നായകനായിട്ടുള്ള ഈ ഒരു ചിത്രത്തിന് ഇത്ര വലിയ കളക്ഷനിൽ എത്താൻ സാധിക്കില്ലായിരുന്നു. ഒരു എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ടല്ല ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ അബ്രഹാം മോസ്ലർ എന്ന ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. കണ്ടിരിക്കാം ആവറേജ് റിപ്പോർട്ട്. ആ ഒരു റിപ്പോർട്ട് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബോക്സ് ഓഫീസ് വേട്ട നടത്താൻ അബ്രഹാം മോസ്ലർ എന്ന ചിത്രത്തിന് സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു റോള് ചെയ്യാൻ മനസ്സ് കാണിച്ച മമ്മൂക്കയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്ക നായകനല്ല, സഹനടനായിട്ടാണ് മമ്മൂക്ക അഭിനയിച്ചിരിക്കുന്നത്. തൻ്റെ കൂട്ടുകാരനെ വീണ്ടും നായകനായിട്ട് സിനിമയിൽ പിടിച്ചു നിർത്തേണ്ടത് ആവശ്യം തന്നെയാണെന്ന് മമ്മൂക്ക മനസ്സിലാക്കിയിട്ട് മമ്മൂക്ക ജയറാം ചിത്രത്തിൽ ഭാഗമായത് എന്നാണ് അറിയാൻ സാധിച്ചത്. വീട് പോകുമ്പോൾ തൻ്റെ ഇൻഡസ്ട്രിയിൽ ഉള്ളവരെ ചേർത്ത് പിടിച്ച് മമ്മൂക്കക്ക് ശീലമുള്ളൂ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രണ്ട്സ്.